ഹലോ, അതെ, അത് പഴവും മുട്ട പുഴുങ്ങിയതും എനിക്കും ശീതളം സാറിനും സത്യശീലനും മാത്രം മതി. കണ്ണി കണ്ട് ഊളകൾക്കൊക്കെ പഴം പുഴുങ്ങിയത് കൊടുത്തിട്ട് വൈകുന്നേരം പൈസക്ക് വന്നാലേ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഞാനാ പ്രൊഡ്യൂസർ. ആ, എനിക്ക് ഒരു ഇലട ഇല്ലാടാ, ഒരാട അല്ല, ഇപ്പൊ സാറ് നേരത്തെ കൂടി ഈ പരിസരത്തൊക്കെ ഞാൻ കുട്ടികളെ നട പഠിപ്പിക്കട്ടോ, നില പഠിപ്പിക്കാനോളെ. വെറുതെ ആവശ്യമില്ലാതെ അത് ഇതൊന്നും പറഞ്ഞിട്ട് ആൾക്കാർ പറയണതിന്റെ റൂട്ടീന് വെറുതെ എന്തെങ്കിലും കൊടുക്കണെന്തിനാണ്? അപ്പോ സാറേ, എനിക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുക്കേ, ആദ്യമായിട്ട് അഭിനയിക്കായതുകൊണ്ട്. ഒന്നും നടന്നിട്ടില്ലാന്ന്. ഇപ്പൊ 8 മണിക്ക് ഷൂട്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് രണ്ടവന്മാർ അവിടെ നിന്ന് എന്തോ ആലോചിക്കുന്നുണ്ട്. കുറെ കാരണന്മാര് കുറെ പെയിന്റും അടിച്ചിട്ട് നടപ്പുണ്ട്. എന്തൊക്കെ ആവുമെന്നാവോ? ഇല്ല 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 ഇല്ല, ആരും കണ്ടില്ലെങ്കിലും യൂട്യൂബിൽ അങ്ങോട്ട് ഇടും. നമ്മള് മുടക്കിയ പൈസ തിരിച്ചു കിട്ടിയാൽ മതി, ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതിനകത്തൊരു കവിത പാടുണ്ട്, വേണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് അറിയാലോ. അതിന്റെ ഒരു സൗന്ദര്യം അതെ, നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. അവിടേക്ക് ആക്കാം. അതെ അതെ അതെ. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോയിരിക്കും നിങ്ങൾ ആകുമ്പോ വിളിക്കാം കേട്ടോളേ. എന്താ അങ്ങനെ നടക്കുന്നത്? സുഖമില്ലാത്ത ആളാണ്. അല്ലല്ല, അത് എല്ലാം നോക്കി നടക്കണ. പുള്ളിക്ക് ആ വേഷം കൊടുത്തപ്പോൾ മുതൽ ഗുണ്ടായിട്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞ കത്തി എവിടെയും വെക്കിന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല, അതും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ എന്നൊരു കാര്യം ചെയ്യാം, ഇതെടുക്കാം കേട്ടോ. ആ കുട്ടികളൊക്കെ റെഡിയാവാൻ പറ. അതാണ് കൂടി ഇവക്ക് മാത്രം സുഖമില്ലേ? അത് ആ കുട്ടി അഭിനയിക്കാൻ വേണ്ടി വരുമ്പോ അവര് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡാണ്, ഒരു കുടവാണെന്ന്. കൊടുത്തതാണ്. അല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കരുത്. അവിടെ എവിടെയെങ്കിലും പോയിരിക്കും, സീനാകുമ്പോ വിളിക്കാം നിങ്ങളെ. ശരി, അവിടെ പോയിരിക്കേ. കുട്ടിയെ നമസ്കാരം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ?